അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് പരമാവധി ഭക്തിയോടുകൂടി ജീവിക്കണം എന്ന് മുഴുവൻ ആളുകളെയും ഓർമ്മപ്പെടുത്തുകയാണ്. പുണ്യങ്ങളുടെ ദിനരാത്രങ്ങൾക്ക് പരിസമാപ്തിയാവുകയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ പ്രയാസവും അതോടൊപ്പം തന്നെ ആനന്ദവും ഉണ്ടാവുന്ന ധന്യമായ ദിനരാത്രങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ റമളാൻ്റെ ഈ സമാപന സന്ദർഭങ്ങളിൽ വിശ്വാസികൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. പെട്ടെന്നുള്ള ഈ പോക്ക്, സമയത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഒരുപാട് ചിന്തകൾ നമുക്ക് നൽകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തിൻ്റെ പെട്ടെന്നുള്ള പോക്കിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, ലാ തഖൂമുസ്സാഅ ഹത്താ യതകാറബസ്സമാൻ. ലോകാവസാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് സമയം പെട്ടെന്ന് നീങ്ങുക എന്നുള്ളത്. അസ്സനത്തു കശ്ശഹർ, ഒരു വർഷം ഒരു മാസത്തെ പോലെയായിരിക്കും. അശ്ശഹറു കൽ ജുമഅ, ഒരു മാസം എന്ന് പറഞ്ഞാൽ അത് ഒരാഴ്ചയെ പോലെയായിരിക്കും. അൽ ജുമഅത്തു കൽ യൗം, ഒരാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു ദിവസത്തെ പോലെയായിരിക്കും. അൽ യൗമു കസ്സാഅ, ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അതൊരു മണിക്കൂറിനെ പോലെയായിരിക്കും. ഇങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ദുനിയാവിൽ നിന്ന് വേർപ്പെടേണ്ട സമയമായിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ അവസാനമായിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിച്ചു. പരിശുദ്ധ റമളാൻ തുടങ്ങി ഒന്നാമത്തെ വെള്ളിയാഴ്ച ഞാനും നിങ്ങളും പള്ളിയിലേക്ക് പോയത് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്നലെ നമ്മൾ സമാപന വെള്ളിയാഴ്ച, ഈ റമളാൻ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച നമ്മൾ ജുമ നമസ്കാരം നിർവഹിച്ച് പുറത്തിറങ്ങിക്കഴിഞ്ഞു. എത്ര പെട്ടെന്നാണ് ഈ മാസം മുന്നോട്ട് പോയതെന്ന് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഈ പരിശുദ്ധ റമളാൻ സമാപനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഖബറിൻ്റെ അടുക്കേക്ക് ഒന്നുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ റമളാനിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ചൈതന്യം, ആത്മചൈതന്യം നിലനിർത്തുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാകുന്നു. ഒരുപാട് ആളുകൾ സുബഹി നമസ്കാരത്തിൻ്റെ ജമാഅത്ത് നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പള്ളിയിൽ ഒരുപാട് ആളുകൾ തിങ്ങി നിറയുകയായിരുന്നു. റമളാൻ കഴിഞ്ഞ് ഷവ്വാൽ മാസപ്പിറവി കാണുന്നതോടുകൂടി തന്നെ ഒന്നോ രണ്ടോ ദിവസം കൂടി ആ ഒരു ചൈതന്യം നിലനിൽക്കുകയും തുടർന്ന് അങ്ങോട്ടുള്ള ദിനങ്ങൾ രാവും പകലുമെല്ലാം തന്നെ പള്ളികളെല്ലാം തന്നെ നിർജ്ജീവമായി കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉണ്ടായിക്കൂടാ. നമുക്ക് ഈ റമളാനിൽ കിട്ടിയിരിക്കുന്ന ചൈതന്യം എന്നും നിലനിർത്തേണ്ടതുണ്ട്. സുബഹി നമസ്കാരത്തിൽ ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ഞാനും നിങ്ങളും ഇതുവരെ എങ്ങനെയായിരുന്നു, ഈ മാസക്കാലം എങ്ങനെയായിരുന്നോ അതേ രൂപത്തിൽ തന്നെ വീണ്ടും ആ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ സ്വല്ല സുബ്ഹ ഫിൽ ജമാഅത്തി കഅന്നമാ ഖാമൽ ലൈല കുല്ലഹ. ഒരാൾ സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കുകയാണെങ്കിൽ അയാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. ഈ ഹദീസിൽ റമളാനിൽ ഒരാൾ സുബഹി നമസ്കരിച്ചാൽ എന്നല്ല പറഞ്ഞത്, മറിച്ച് ഏതൊരു കാലത്തും ഒരാൾ പള്ളിയിൽ ചെന്ന് സുബഹി ജമാഅത്ത് നിർവഹിക്കുകയാണെങ്കിൽ അയാൾ രാത്രി മുഴുവൻ നിന്ന് നമസ്കരിച്ചവനെ പോലെയാണ്. നമ്മളൊരു കാര്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നമുക്കൊരു കാര്യം കഴിയുമെന്ന് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. സുബഹി നമസ്കാരത്തിന് എനിക്ക് പള്ളിയിലേക്ക് പോകാൻ കഴിയുമെന്ന് ഈ റമളാനിലൂടെ നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ സുബഹി ജമാഅത്തിന് പള്ളിയിലേക്ക് പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം, റമളാനിൽ പോയ ഒരാൾ തുടർന്ന് അങ്ങോട്ടും ആ സുബഹി ജമാഅത്ത് നിലനിർത്തുക എന്നുള്ളതാണ് ഈ അവസാന സമയത്ത് അവൻ്റെ ചിന്തയിലേക്ക് കടന്നു വരേണ്ടത്. ഇശാ ജമാഅത്തിനെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാ ഫിൽ ജമാഅ കഅന്നമാ ഖാമ നിസ്ഫൽ ലൈൽ. ഒരാൾ ഇശാ ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നിർവഹിക്കുകയാണെങ്കിൽ അയാൾ രാത്രി
പകുതി നിന്ന് നിസ്കരിച്ചവനെ പോലെയാകുന്നു എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഇശാ നമസ്കാരത്തിൽ നമ്മൾ പള്ളിയിൽ സജീവമായിരുന്നു. തറാവിഹ് നമസ്കാരത്തിൽ നമ്മൾ പള്ളിയിൽ സജീവമായിരുന്നു. എന്തുകൊണ്ട് സഹോദരന്മാരെ ഈ റമളാനിന് ശേഷം ഈ ഒരു സജീവത നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ല? ഈ അവസാന സമയത്ത് നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരേണ്ട ഏറ്റവും ചില പ്രധാന സംഗതികളെ സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുന്നത്. അപ്പോൾ ആരാധനാകർമ്മങ്ങളിൽ നമ്മൾ ഇതുവരെ പുലർത്തിയിരുന്ന ജാഗ്രത, ശ്രദ്ധ, സൂക്ഷ്മത റമളാനിന് ശേഷവും നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോൾ മാത്രമേ ഈ റമളാനിലെ ആവേശം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഇതുവരെ വിശുദ്ധ ഖുർആൻ്റെ പാരായണത്തിൽ സജീവമായിരുന്നു. വിശുദ്ധ വേദഗ്രന്ഥമായ ഖുർആൻ അവതീർണമായ മാസം എന്നുള്ള നിലക്ക് ഈ മാസത്തെ നമ്മൾ വിശുദ്ധ ഖുർആൻ്റെ പാരായണം കൊണ്ട്, അതിൻ്റെ പഠനം കൊണ്ട് ധന്യമാക്കാൻ നമ്മൾ ശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് റമളാനിൽ അവതീർണമായ ഗ്രന്ഥം ആണ് എന്നതുകൊണ്ട് അത് റമളാനിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗ്രന്ഥമല്ല. മറിച്ച് ഇതിൻ്റെ മാധുര്യം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ റമളാനിന് ശേഷവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ മാത്രമേ ഈ ആത്മചൈതന്യം നമുക്ക് നിലനിർത്തി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസനത്തുൻ വൽ ഹസനത്തു ബി അശ്റത്തി അംസാലിഹ ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ അലിഫ് ഹർഫുൻ ലാമു ഹർഫുൻ മീമു ഹർഫുൻ. നിങ്ങൾ വിശുദ്ധ വേദഗ്രന്ഥത്തിലെ ഒരു ഹർഫ് പാരായണം ചെയ്യുകയാണെങ്കിൽ, ഒരക്ഷരം പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് 10 പുണ്യമുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അത് ഇരട്ടിയായിട്ട് മുന്നോട്ട് പോകുമെന്ന് പഠിപ്പിച്ചു. ആ ഒരു പുണ്യം റമളാനിൽ മാത്രം നമുക്ക് ലഭിച്ചാൽ പോരാ. വിശുദ്ധ ഖുർആൻ്റെ പാരായണവും പഠനവും റമളാനിൽ നമ്മൾ എത്രമാത്രം സജീവമാക്കിയിരുന്നോ അതിനേക്കാൾ 10 മടങ്ങ് സജീവമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ഖുർആനിൻ്റെ അനുയായികൾ എന്ന് നമ്മളെപ്പറ്റി പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഖുർആനിലെ പ്രഭാത നമസ്കാര ശേഷം ഒരാൾ 10 ആയത്ത് ഓതിയിരുന്നുവെങ്കിൽ, ഇശാ നമസ്കാര ശേഷം ഒരാൾ 10 ആയത്ത് ഓതിയിരുന്നുവെങ്കിൽ, അത് റമളാനിന് ശേഷവും തുടർത്താൻ അവന് കഴിയുമ്പോൾ മാത്രമേ റമളാൻ അവനിൽ മാറ്റമുണ്ടാക്കി നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഈ വൈകിയ സന്ദർഭത്തിൽ നമ്മൾ അത്തരം ഒരു ചിന്തയാണ് ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടാവേണ്ടത്. അപ്പോൾ നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, അത് നമസ്കാരമായിരുന്നാലും വിശുദ്ധ ഖുർആൻ്റെ പാരായണമായിരുന്നാലും ദാനധർമ്മമായിരുന്നാലും ശരി, അത് ജീവിതത്തിൽ പരമാവധി നിലനിർത്താനുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പാകപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. കാലം ആരെയും കാത്തു നിൽക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് വേർപെട്ട് പോകാനുള്ള ആളുകൾ എന്നുള്ള നിലക്ക് ജീവിതം ക്രമീകരിക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരം എന്നുള്ള നിലക്ക് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. ഇവിടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ്, മരണമാസന്നമാവുന്നതിന് മുമ്പ് നമ്മുടെ ആരാധനാകർമ്മങ്ങൾ ചിട്ടപ്പെടുത്തി വെക്കാനുള്ള ഏറ്റവും പറ്റിയ അവസരമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. ഒരു പ്രാർത്ഥന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. നമ്മൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു. ആ സൽക്കർമ്മങ്ങളുടെ അവസാനം നമ്മൾ നടത്തേണ്ട പ്രാർത്ഥന റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. പടച്ച തമ്പുരാനെ, ഒരുപാട് ആരാധനകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾ സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ച രൂപത്തിൽ നമ്മളും പ്രാർത്ഥിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ധാരാളം ചെയ്തുകൊണ്ട് അന്നെപ്പറ്റി കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, നമ്മുടെ ദാനധർമ്മങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സർവശക്തനായ റബ്ബ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് നമ്മുടെ പോരായ്മകളെല്ലാം തന്നെ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു എല്ലാവിധ നന്മയും അനുഗ്രഹവും ചെയ്യുമാറാവട്ടെ. നമ്മൾ മരിച്ചു പോയിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി നമ്മളെയും അവരെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മഅസ്സലാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.